ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ചു, സർക്കാർ കോളേജിൽ പഠിച്ചു, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് കണ്ടു വളർന്ന ആളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം. കേരളമാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കാരണം ധാരാളം ഓഫീസേഴ്സിന് കേരളത്തിന് ആവശ്യമുണ്ട്. ഇതിലിപ്പോൾ 28ഓളം ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നാലും നമുക്ക് നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ കഴിയും. ഓരോരുത്തർക്കും അവരവരുടെ രീതി ഉണ്ടാവും. നമ്മുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് വർക്ക് ചെയ്യാം. ആദ്യം നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ അവരേതെല്ലാം സൈഡിൽ നിന്ന് സപ്പോർട്ട് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാത്ത പോർഷൻസ് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. മെയിൻസിൽ നമുക്ക് ടൈം കൺസ്ട്രെയിനിനകത്ത് നിന്ന് മാക്സിമം ആൻസർ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പ്രിലിംസ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ ആൻസർ ഷീറ്റിൽ കൃത്യമായിട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു പ്രാക്ടീസാണ് നമ്മൾ മെയിൻസിന് വേണ്ടി ചെയ്യുന്നത്. നമസ്കാരം, ഏവർക്കും KAS മെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദ്യത്തെ KASൽ തന്നെ 17ാം റാങ്ക് നേടി സ്ട്രീം 2ൽ വിജയിച്ച ഗായത്രി GR ആണ്. ഗായത്രി ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ വർഷം KAS എഴുതുന്ന കുട്ടികൾക്ക് അവരെങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് അവരുടെ പ്രിപ്പറേഷൻ മാനേജ് ചെയ്യേണ്ടത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെങ്ങനെ ഒരു ഇമോഷണൽ ലെവൽ ഹെഡഡ്നെസ്സോടെ കൂടെ ഈ എക്സാമിനെ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ മുന്നേ നടന്നുപോയി വിജയിച്ച ഒരാളെന്ന നിലയ്ക്ക് ഗായത്രിക്ക് പറയാനുള്ളതാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഗായത്രി, KAS മെന്ററിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ ഗായത്രി, ഇപ്പം ഗായത്രിയുടെ KAS ജേണിയാണ് നമുക്കെല്ലാം കേൾക്കാൻ ആഗ്രഹം. പക്ഷേ ഇതെല്ലാം അവിടെ നല്ല തുടങ്ങിയല്ലേ? അപ്പം ഗായത്രിയുടെ ഒരു ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അപ്പം വാട്ട് ബ്രോട്ട് യു ടു KAS, അപ്പം ആ ഒരു ജേർണി വെച്ച് നമുക്കൊന്ന് തുടങ്ങാം. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് എന്ന് പറയുന്ന ശരിക്കും ഒരു മലയോര ഗ്രാമമാണ്. അവിടെയായിരുന്നു സ്കൂളിംഗ് എല്ലാം. ആദ്യം ഗവൺമെൻറ് LPSലാണ് 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് അവിടെ തന്നെയുള്ള ഒരു SNV സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. മലയാളം മീഡിയത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷം +2 ചെയ്തു, സയൻസിലായിരുന്നു. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയായിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം മിക്സഡ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് +2 വന്നപ്പോൾ ഗേൾസ് മാത്രം. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം, അങ്ങനെ ഒരു നല്ല ഒരുപാട് കൂട്ടുകാർ, ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു +2 ചെയ്തത്. അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി ചെയ്തു, ഫിസിക്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എന്ന് പറഞ്ഞ് അതിന് പുറകെ പോകുന്ന ഒരു ട്രെൻഡായിരുന്നു. എനിക്കും കുറച്ച് പിയർ പ്രഷറൊക്കെ വന്നു. ഞാനും ഒന്ന് ശ്രമിച്ചു. ഇല്ല, ഞാനും അതിലൊന്ന് വീണുപോയി. ഞാൻ ആദ്യം കുറച്ച് നാൾ കോച്ചിങ്ങിനൊക്കെ പോയി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ സ്ഥലമല്ല. പിന്നെ അതിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്തു. അപ്പോൾ വീട്ടുകാർ വളരെ സപ്പോർട്ടീവായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചാൽ മതി എന്ന ഒരു സപ്പോർട്ടോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി പഠനം തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിനിടയിൽ അച്ഛൻ മരിച്ചു. അപ്പോൾ ആ സമയത്ത് ഡിഗ്രി ഞാനൊന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ആയുർവേദ ഫാർമസി എന്ന് പറഞ്ഞിട്ടൊരു 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തു. കാരണം അതിനൊരു പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ വന്നിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം PG ചെയ്തു, ഫിസിക്സിൽ തന്നെ ആലപ്പുഴ SD കോളേജിലായിരുന്നു. PG കഴിയുമ്പോൾ എനിക്ക് ഈ ആയുർവേദ ഫാർമസിസ്റ്റായിട്ട് PSC വഴി പോസ്റ്റിംഗ് കിട്ടി 2009. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സർക്കാർ സർവീസ്. അതെ. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ അത് മനസ്സുകൊണ്ട് ഞാൻ ഒട്ടും അവിടെ അഡ്ജസ്റ്റഡ് ആയിരുന്നില്ല. കാരണം ഒരു ഫാർമസിസ്റ്റിന്റെ ജോലി എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ ഒന്നും ഇല്ല. നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനോ ഒന്നുമില്ല. പക്ഷെ അവിടെ എനിക്കുണ്ടായ ഒരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനൊരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ വളരെ സാധാരണക്കാരായവരാണ് ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഹോസ്പിറ്റൽ എത്ര വിലപ്പെട്ടതാണ്, അതൊരു പാഠമായിരുന്നു ശരിക്കും. ഞാൻ അവിടെ നിന്നില്ല. പിന്നീട് അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ അടുത്ത ഒരു ജോലിയിലേക്ക് പോകണം, അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ് കേരള ഗ്രാമീണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പിന്നെ ലീവ് എടുത്തിട്ട് MPhil ചെയ്തു. ഓപ്റ്റോ ഇലക്ട്രോണിക്സിലായിരുന്നു MPhil, കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു. അതിനുശേഷം വീണ്ടും എൻ്റെ MPhil ചെയ്തിട്ട് റിസർച്ചിലേക്ക് പോകണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും നെറ്റോ JRF ഒന്നും ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒരു ഗ്യാപ്പും വന്നു. എനിക്ക് ജോലിക്കൊക്കെ പോയിട്ട് സബ്ജക്റ്റുമായിട്ട് കുറച്ചൊരു ഗ്യാപ്പും വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതും എനിക്ക് വർക്കൗട്ട് ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഞാൻ ഫുള്ളി കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരുന്നത്. ആ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടെസ്റ്റ് വന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. അങ്ങനെയാണ് 2014 എൻ്റെ 2ാമത്തെ ഡൊമൈനിലേക്ക് ഞാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു.
അപ്പോൾ അവിടെ ഒരു 8 വർഷത്തോളം വർക്ക് ചെയ്തപ്പോഴാണ് KASലേക്ക് പോകാൻ പറ്റിയത്. അതിനിടയിലും വരുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാംസും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. BDO, അതായത് ബ്ലോക്ക് സെക്രട്ടറി, അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് അതിനുശേഷമാണ് ഈ KAS പ്രിപ്പറേഷൻ 2018-19 തുടങ്ങി. ആ സമയത്ത് വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു, അതുകൊണ്ട് ഇതിലേക്ക് വരാൻ പറ്റി. ഓക്കെ. എനിക്ക് ഇതിപ്പം ഗായത്രി സ്റ്റോറി പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോ നമ്മുടെ ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ അല്ലാതെ സുഹൃത്തുക്കൾ പറയുന്ന കേട്ട് ഇത് കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാർ ഒത്തിരി പേരെടുക്കുന്ന ഒരു ജേർണിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഗായത്രി പറയുന്നത്. കോളേജിൽ പഠിക്കുന്നു, അവിടുന്ന് ഒരു സർക്കാർ സർവീസിലോട്ടുള്ള ഒരു ചെറിയൊരു ആഗ്രഹത്തിൽ ചെയ്യുന്നു. പക്ഷെ ആ ആഗ്രഹം അല്ല, ആ പാത്തെടുക്കുന്ന എല്ലാവരും ഒരു KS ഓഫീസർ ആവുന്നില്ല. അപ്പം എന്തോ ഗായത്രി കറക്റ്റായിട്ട് ചെയ്തോണ്ട് ഗായത്രിക്ക് തന്നെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും എന്താണ്, പക്ഷെ എനിക്ക് അതാണ് അറിയാനുള്ള ആഗ്രഹം. കാര്യം കുട്ടികൾക്കാണേലും എല്ലാവരും എടുക്കുന്ന ഒരു പാതയിലൂടെ പോയിട്ട് ബട്ട് യു റീച്ച് ദ KS ബോർഡ്. എന്താണ് ഗായത്രി കറക്റ്റായിട്ട് ചെയ്തത്? ബാക്കിയുള്ളവർക്ക് തെറ്റിപ്പോകുന്നിടത്ത് ഗായത്രി എന്താണ് കറക്റ്റായിട്ട് ചെയ്തതെന്നൊന്ന് പറയുമോ? ഓക്കെ. എൻ്റെ ചോയ്സ് പലപ്പോഴും ആദ്യത്തെ ചോയ്സ് ഒന്നും ശരിയായിരുന്നില്ല. പക്ഷെ അവിടെ പെട്ടുപോകാതെ ഇനിയും എനിക്ക് മുമ്പോട്ട് പോകാനുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ ആ വഴിയിലെ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമാണ്, മോഡൽ വേറെ എന്തോ ഉണ്ട്, എനിക്ക് എത്താനുണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അത് മേ ബി നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നാടിന്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മൾ കാണുകയും കേൾക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൊണ്ടായിരിക്കാം. പക്ഷെ എപ്പോഴും നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉള്ളിലുണ്ട്. അതാണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാവുന്നത്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും എത്താൻ പറ്റുന്നതാണ്. കാരണം ഞാൻ ഈ പല പാതകളിൽ കൂടെ പോയിട്ടും ഇവിടെ എത്തിയെങ്കിൽ ഇത് ആഗ്രഹിച്ച് ഇതിലേക്ക് വരുന്ന എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നാൽ ഇത് അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളതൊരു പെയിൻ ആയിട്ട് എടുക്കാതെ എൻജോയ് ചെയ്യുക. അതുപോലെ കൃത്യമായ ഡയറക്ഷൻസ് നമുക്ക് തരാൻ പറ്റുന്നവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുക, അതിലൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനോട് ഞാൻ കൂട്ടി വായിക്കുന്ന ഇപ്പം ഈ ഒരു KS വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ഈ പിള്ളേരോട് ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, ഏകദേശം ഒരു 3 മാസമേ ഉള്ളൂ. അത് നമ്മളായിട്ട് വെച്ച ഒരു ലിമിറ്റേഷൻ അല്ല, ഒരു എക്സ്റ്റേണൽ PSC എന്ന് പറയുന്ന ഏജൻസി ഒരു ഡിസൈൻ ചെയ്ത വഴി നമുക്കുണ്ടായ ഒരു കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ ഇവർക്ക് എല്ലാ ദിവസവും ഈ പറയുന്ന പേടികളും ഇത് പറ്റുമോ, സെൽഫ് ഡൗട്ടുകൾ. ഓക്കെ, കാര്യം നമ്മളാരും ഇപ്പം KS ആണെങ്കിലും UPSC ആണെങ്കിലും ഇപ്പം അത് കയറിയവര്, അതിൽ ഈവൻ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർ പോലും ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ല പഠിക്കും. കാര്യം അതെനിക്കറിയാം. അത് ഈവൻ ഇഫ് അവർ പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. കാര്യം ഇത് എഴുതുമ്പോൾ മൊത്തം അൺസർട്ടനിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പേടികളും തലേദിവസം നമ്മളെ ഉറക്കാതിരുത്തിയാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗായത്രി ഡീൽ ചെയ്തത്? അപ്പൊ ഗായത്രിക്ക് വേണമെങ്കിൽ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള UPSC-ക്കാരെ കണ്ടു വേണം പേടിക്കായിരുന്നു അല്ലേ? യുവമാർക്ക് ഇതെല്ലാം അറിയാമല്ലോ, എനിക്ക് ആൻസർ റൈറ്റിംഗ് അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പഴയ PSC കണ്ടുള്ളൂ, ഇത് പുതിയ PSC ആണ്. അപ്പൊ ഈ പേടികളെയൊക്കെ എങ്ങനെയാണ് ഗായത്രി അതിജീവിച്ചത്? വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ചോദിച്ചത്. കാരണം ഞാൻ എഴുതുന്ന ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം KS എക്സാം ആണ്. അതിനു മുമ്പ് ഞാനൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതിയിട്ടില്ല. ഫസ്റ്റ് എക്സാം ആണ്. അത് ഞാനൊരു UPSC ആസ്പിറന്റ് ആയിരുന്നില്ല ഒരിക്കലും. ഞാൻ ആദ്യം ബേസിക്കലി ചെയ്തത് മറ്റാരുമായിട്ടും എന്നെ കമ്പയർ ചെയ്തില്ല. ഡു മൈ ബെസ്റ്റ്. എനിക്ക് പറ്റുന്നത് എന്താണോ അതിന്റെ മാക്സിമം ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഈ സമയത്തെ പറ്റി ആലോചിച്ച് വറി ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അത്രയും സമയം കൂടി നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. നമുക്ക് ഒരു പ്ലാൻ B ഉണ്ടാക്കാം, C ഉണ്ടാക്കാം, അതെല്ലാം ഉണ്ടാക്കാം. പക്ഷെ അതെല്ലാം നമ്മൾ ഈ ഇപ്പൊ 3 മാസമേ ഉള്ളൂ എന്ന് പറയും. 3 മാസത്തിലേക്ക് നമ്മൾ അത്തരം ചിന്തകളെല്ലാം മാറ്റിവെക്കുക. നമ്മുടെ ഒരുപാട് സമയം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഇത്രയും വർഷം സ്പെൻഡ് ചെയ്തു. ഇനി ഒരു 3 മാസം നമ്മൾ അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യണ്ട. അത് നമുക്ക് പിന്നീട് വറി ചെയ്യാം. ആ ഒരു വറി ടൈം നിങ്ങൾ മാറ്റി വെക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം സക്സസ്ഫുൾ അറ്റ് ഇറ്റ്. പക്ഷെ എന്താണ് അതിന് വേറെ യോഗയോ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണോ, അതോ ജസ്റ്റ് മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തെന്നുള്ളതാണ്? ഇത് ഓരോരുത്തരുടെ മനസ്സിനെ അവർ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. യോഗ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, സ്ട്രെച്ചിങ് എക്സർസൈസ്, യോഗ ചെറിയ രീതിയിൽ. പക്ഷെ നമ്മൾ തീരുമാനിക്കുക നമുക്ക് എവിടെ എത്തണം. ഒരു വറി ടൈം എനിക്ക് ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു വറി ടൈം മാറ്റി വെക്കാം. വൈകുന്നേരം ഇന്നിപ്പോ തൽക്കാലം വറി ചെയ്യണ്ട, വൈകിട്ട് ഒരു 6 തൊട്ട് 6:30 വരെ വറി ടൈം ആയിട്ട് മാറ്റി വെക്കും. കിട്ടിയ ടിപ്പാണല്ലോ. ഞാൻ എനിക്ക് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എവിടെന്നോ കിട്ടിയ ഒരു ടിപ്പാണ് എനിക്ക്.
അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ടെൻഷൻ അടിക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട 6 തൊട്ട് 6:30 വരെ എനിക്ക് സമയമുണ്ടല്ലോ, അപ്പൊ ടെൻഷൻ അടിക്കാം. പക്ഷെ അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ മറ്റാരുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ഓഫീസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ കൺസ്ട്രെയിന്റ് സമയമായിരുന്നു. ഓഫീസിൽ ലീവ് കിട്ടിയില്ല. മോൻ അന്ന് ചെറിയ കുട്ടിയാണ്, അവന് 2nd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അവനെ എനിക്ക് എൻഗേജ് ചെയ്യണം. ഹസ്ബൻഡ് സ്ഥലത്തുണ്ടായിരുന്നില്ല, പുള്ളി മറ്റു ജില്ലയിലായിരുന്നു. അപ്പൊ എന്റെ ഏറ്റവും വലിയ കൺസ്ട്രെയിന്റ് സമയമായിരുന്നു. അപ്പൊ ഞാൻ സമയം മാക്സിമം ലാഭിക്കാൻ നോക്കി. ഉദാഹരണത്തിന് ഒരു ട്രാഫിക് ബ്ലോക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓഫീസിലെത്തും. അപ്പോൾ മിനിമം ടൈമിൽ എനിക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ സെക്രട്ടറിയിൽ ഒരു നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ 9 മണിക്ക് അവിടെ ലൈബ്രറി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറിയാൽ 10 മണി വരെ ലൈബ്രറി ഉണ്ട്. ആ സമയത്ത് ന്യൂസ് പേപ്പർ വായിച്ചു കഴിയും. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ രീതി ഉണ്ടാവും. നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മുടെ സമയത്തെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അതൊരു വലിയ കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സ്ട്രെങ്തിൽ വിശ്വസിച്ച് വർക്ക് ചെയ്യുക. ഏത് ചുരുങ്ങിയ സമയമാണെങ്കിലും ആ സമയത്തെ മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണൊരു വർക്കാവുന്ന പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു. വറി ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുന്നത് അത് ഞാൻ കേട്ടിട്ടില്ല അതിന് മുമ്പ്. സാധാരണ നമ്മൾ വറിയെ മാറ്റി വെക്കുക, അല്ലെ നമ്മൾ മെഡിറ്റേഷൻ അല്ലെ മൈൻഡ്ഫുൾനെസ് ചെയ്യുക, അല്ലെ ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടി പോയി ചില്ല് ചെയ്യുക എന്നുവെച്ചാൽ അങ്ങനൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ വർക്ക് വേണ്ടി ഒരു സമയം ആദ്യമായിട്ട് മാറ്റിവെച്ച് വിജയിച്ച ഒരാൾ ഗായത്രിയാണെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന ചില്ലിങ്ങിനൊന്നും ഉള്ള സമയമില്ല. അതല്ല, ഒരു ജീവിതം തരാവുന്ന എല്ലാ കൺസ്ട്രെയിന്റ് ആ സമയത്ത് ഗായത്രിക്കുണ്ട്. ഭർത്താവ് കൂടെ ഇല്ല, കുട്ടി വളരുന്ന പ്രായമാണ്, എന്നെ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ്. അത് ഇറ്റ്സ് എ വെരി റെസ്പോൺസിബിൾ ജോബ് അല്ലേ? കാര്യം ഇപ്പൊ എങ്ങാനും നിങ്ങളുടെ നിയമസഭയും കാര്യങ്ങളൊക്കെ ആണെന്നാൽ നിങ്ങൾക്ക് ചോദ്യം ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ, എന്റെ ബാക്ക് എൻഡ് വർക്ക് മൊത്തം നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പരീക്ഷ വരുന്നു ഏകദേശം ആ സമയം ഈ ഒരു ബിസി ടൈമിലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഫെബ്രുവരിയിലായിരുന്നു. അതെ. അപ്പം ഇതിന്റെ എല്ലാ ഇടയില് ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ഈ KSന് 10 വേക്കൻസി ഉള്ളല്ലോ. ജനറൽ ഇപ്പൊ സ്ട്രീം 1 പറയാൻ ഞങ്ങൾക്ക് 11 ഉള്ളൂ, സ്ട്രീം 2 പറയാൻ ഞങ്ങൾക്ക് 10 ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഗായത്രിക്ക് വേണേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അയ്യോ എന്റെ ഭർത്താവ് കൂടെ ഇല്ലല്ലോ, അല്ലെ മോനെ നോക്കണമല്ലോ. അപ്പം യു കുഡ് ഹാവ് ഓൾ ദീസ് എക്സ്ക്യൂസസ്. കാര്യം ഇപ്പൊ ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് എക്സ്ക്യൂസ് ആയിട്ട് ഇവര് പറയുമ്പോൾ ഞാൻ പറയും ഇത് എക്സ്ക്യൂസ് ആണെന്ന് പറയാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ടല്ലോ ഇവിടെ. ആര് കയറുമെന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും. അപ്പോഴും എനിക്ക് ഗായത്രി അറിയത്തില്ല, ഗായത്രിയുടെ മുഖം എന്റെ മനസ്സിലില്ല. ബട്ട് നൗ ഐ തിങ്ക് ഐ ക്യാൻ ഗിവ് യു ആസ് എൻ എക്സാമ്പിൾ. കാര്യം ഞാനിത് നിങ്ങൾ ഈ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എക്സ്ക്യൂസ് സീരിയസ് ആയിട്ട് എടുക്കാതെ ചെയ്യേണ്ട പണി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ഈ 11 സീറ്റും കൊണ്ടുപോകുക. അപ്പം ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയാം, അല്ലെങ്കിൽ പണി തുടങ്ങാം എന്നുള്ള ഒരു സാധനമാണ്. അപ്പൊ ഐ മീൻ യു ഹാവ് ടു ബി സീൻ ആസ് അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കേസിന് എസ്പെഷ്യലി. കാര്യം നമ്മൾ ഈ പിള്ളേര് എന്ത് പറഞ്ഞിട്ടും അവർക്ക് ആ ഒരു ദേ ആർ ഓൾ സീരിയസ്. പക്ഷെ ഈ പറഞ്ഞ ഒരു സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, 10 സീറ്റിന് വേണ്ടി ഞാൻ നോക്കണോ, 10 സീറ്റിന് വേണ്ടി UPSCക്കാർ കൊണ്ടുപോകത്തില്ലേ, എനിക്ക് റിട്ടേൺ എക്സാമിന്റെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഞാൻ പ്രിലിംസ് കയറിയാലും മെയിൻസിൽ തട്ടിപ്പോകത്തില്ല. ഇതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ ട്രഡീഷണൽ PSC അപ്രോച്ചിലാണ്, ഇത് പുതിയ PSC ആണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ പ്രിപ്പറേഷന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോവാം, അങ്ങോട്ടൊക്കെ നമുക്ക് പോകണം. അപ്പം ഗായത്രി ഇപ്പൊ ഒരു KS ഓഫീസറാണ്, ഫിനാൻസ് അണ്ടർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ആസ് എ KS ഓഫീസർ ഗായത്രിയുടെ ഒരു ദൈനംദിന ജീവിതമല്ല, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരും. ഇതിപ്പം നമ്മൾ പറയുന്ന എല്ലാ സീനിയർ ബ്യൂറോക്രാറ്റിക് ഇതിലോട്ടുള്ള എൻട്രി നമ്മൾ പറയുന്നത് ഇറ്റ്സ് ദ പവർ ടു ഡു ഗുഡ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യം ചെയ്യാനുള്ള ഒരു അവസരമാണ്, അതിനുള്ള പവറാണ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം ഗായത്രിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പണ്ട് അവിടുത്തെ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇവിടെ ഫിനാൻസ് അണ്ടർ സെക്രട്ടറി ആണ്. ഇപ്പോൾ ഒരു ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു തീരദേശ ഗ്രാമത്തിലെ ഒരു ആയുർവേദ ഫാർമസിക്ക് ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ചിലപ്പം ഗായത്രി ആയിരിക്കും അല്ലേ? അപ്പം ആ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ജേർണി എങ്ങനെയാണ് ഗായത്രിയുടെ ഒരു ഹൗ ആർ യു ഗിവിംഗ് ബാക്ക് ടു ഓൾ ദിസ് സൊസൈറ്റി ഒന്ന് പറയൂ. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഹൗ ആർ യു ഗിവിംഗ് ബാക്ക് എന്നുള്ളത്. കാരണം ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ചു, സർക്കാർ കോളേജിൽ പഠിച്ചു, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് കണ്ടു വളർന്ന ആളാണ്. അപ്പോൾ ഗവൺമെന്റിലുപരി ഗവൺമെന്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം. ഇതിലേക്ക് വരുമ്പോൾ KSലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു മിഡിൽ ലെവൽ ഓഫീസറായിട്ടാണ് എപ്പോഴും വരുന്നത്, 2nd ഗസ്റ്റഡ് പോസ്റ്റ്. അത് അറിയാലോ, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ ജില്ലാതല ഓഫീസർമാരായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഡിസിഷൻ എടുക്കാനുള്ള പവറുണ്ട്. അതിപ്പോൾ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാം, അതിന്റെ ഇമ്പാക്ട് നമുക്ക് അപ്പം തന്നെ കാണാനും കഴിയും. പക്ഷേ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആണ്. അവിടെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് പബ്ലിക്കുമായിട്ട് ഒരു കോൺടാക്ട് ഉള്ള സ്ഥലം, ഇന്ററാക്ഷൻ ഇല്ല. നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരു അതോറിറ്റിയും അല്ല. അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ഒരു പൊസിഷൻ.
അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹയർ ഓഫീസേഴ്സിനെ. അപ്പോൾ കൃത്യമായ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫയലിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ആ ഒരു സ്പീഡ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഒരു സുപ്പീരിയർ ഓഫീസർ ഒരു നല്ല തീരുമാനം എടുക്കാൻ വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫയൽ വരുവാണ്, അത് ജെന്യൂൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ നടത്തി എന്തുകൊണ്ട് ഇത് പാസ് ആവണം, ഇതെങ്കിലും സ്റ്റക്കായി പോകരുത്, അപ്പൊ യു ഫെസിലിറ്റേറ്റ് ദാറ്റ്. ഐ മീൻ വിച്ച് ഇസ് ഈക്വലി ഒരു ഡയറക്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുത്താൽ ഇങ്ങനെ ഇത്ര പേരുടെ ജീവിതത്തിൽ അന്ന് മുതൽ അങ്ങ് ഇമ്പാക്ട് ആണ്. പക്ഷെ നിങ്ങളുടെ സാധനം ഇച്ചിരി ഇൻഡയറക്റ്റ് ആണ്, നിങ്ങളാണ് തീരുമാനം എടുത്തതെന്ന് ആരും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പവർ എന്നെ ഇപ്പൊ ഞാനൊരു ബ്യൂറോക്രസിയിലോട്ട് കയറാൻ ആസ്പയർ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അതാണ് ഇച്ചിരി മോർ ഇമ്പോർട്ടന്റ് ജോബ് എന്ന് തോന്നുന്നു. കാര്യം നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ഫെയിമും പ്രസിദ്ധിയും ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തന്നെ സമാധാനിക്കാം, അല്ലെ നിങ്ങളോട് തന്നെ ആശ്വസിച്ച് പറയാം, ഓക്കെ ഞാനിത് ചെയ്തുകൊണ്ടാണ്, അല്ലെ ഞാൻ ഇതിന്റെ പുറകെ നിന്നുകൊണ്ടാണ് ഈ സാധനം നടന്നെന്നുള്ളത്. അതെ, ഗവൺമെന്റിൽ ഇരിക്കുമ്പോൾ ഗവൺമെന്റിൽ നമ്മളൊരു ജീവോ അത് ഒരുപാട് കാലങ്ങൾ ആ ഫയൽ അവിടെ വന്നിട്ടായിരിക്കും അതിൽ ഫൈനലി ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങുന്നത്. ആ ഓർഡർ ചിലപ്പോൾ ഒരു ആയിരക്കണക്കിന് പേരെ ഇമ്പാക്ട് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അലവൻസ് ആയിരിക്കാം. അപ്പോൾ അത് ഒരുപാട് വർഷത്തെ, ചിലപ്പോൾ 1-2 വർഷം ഫയല് മൂവ് ചെയ്ത ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഒരു ഗവൺമെന്റ് ഓർഡർ ആയിട്ട് ഇറക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് ഒരു ആയിരക്കണക്കിന് പേരിൽ ഉണ്ടാവാം, പക്ഷെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ എവിടെയൊക്കെയോ അതിന്റെ ഭാഗമായി പോയിട്ടുണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഭാഗമായിരുന്നു എന്നത് മാത്രമാണ്. മാത്രമല്ല എപ്പോഴും ടീമായിരിക്കും, ടീം വർക്കിന് അവിടെ വളരെ പ്രാധാന്യമുണ്ട്. ടീം നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്കിതൊരു ടൈം ലാഗ് എല്ലാം കുറച്ചിങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട അതെ, CSS സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഫിനാൻസിൽ വരുന്നത് ഇതിന്റെയൊക്കെ ഒരു കൺസോൾട്ടേഷൻ മാത്രമാണ്. അപ്പോൾ ഇപ്പൊ കേന്ദ്രം ഒരു പുതിയ കുറച്ച് ഫണ്ടിങ് രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുവാണ്. അതിലൊരു വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നു. ഇപ്പം ഗായത്രി എന്നോട് പറഞ്ഞു ഇവിടുന്ന് റിലീവ് ചെയ്ത് അടുത്ത ഇതിലോട്ട് പോവാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അടുത്ത മൂവ് ചെയ്യുന്നത്? ഞാൻ അടുത്ത് പോകുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ DEO ആയിട്ട് തിരൂറാണ് എന്റെ പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കും ആ ഒരു ഇപ്പം ടോട്ടലി ഇപ്പം ഗായത്രിയുടെ എൻ്റെ എക്സ്പീരിയൻസ് ഫിനാൻസിലാണ്, അപ്പൊ അതിന്റെ ഒരു എഡ്ജ് എന്തായാലും ഗായത്രിക്ക് ഉണ്ടാവും. പക്ഷെ ഈ ഒരു മേഖലയിൽ നിന്നിട്ടേ ഇല്ല. അപ്പം എങ്ങനെയാണ്, അപ്പൊ നിങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ടോ, അതോ KS കയറുമ്പോൾ കിട്ടുന്ന ട്രെയിനിങ് ഇതിനെല്ലാം ഉതകുന്നതാണോ? KAS ഞങ്ങൾക്ക് 1.5 വർഷം നീണ്ട ട്രെയിനിങ് ആയിരുന്നു. അതിൽ 6 മാസം ഞങ്ങൾക്ക് ഫീൽഡ് അറ്റാച്ച്മെന്റ് തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ പോകുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഞങ്ങളൊന്ന് പെരിഫറലായിട്ട് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഒരാഴ്ചത്തെ പരിചയം, DEOയുടെ കൂടെ ഒരാഴ്ച ഞാൻ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം DEOയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സ്കൂളിലെല്ലാം വിസിറ്റ് ചെയ്യും, എങ്ങനെയാണ് ഒരു DEO ഒരു അക്കാഡമിക് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് എന്ന ഒരു ചെറിയൊരു ഐഡിയ, ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 1 വർഷം ഇപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 2 വർഷം ആവുന്നു. അപ്പോൾ ഇത്രയും കാലം ഞങ്ങളുടെ കൗണ്ടർ പാർട്സ് തന്നെ മറ്റ് DEO ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഞങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഞങ്ങൾ ഈ പരസ്പരം സീറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ആയി വരുമ്പോൾ നമുക്ക് അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും. അത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിലുള്ളതാണോ, നിങ്ങൾ ഇൻഫോർമലി ചെയ്യുന്നതാണോ? അതായത് ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, എല്ലാവരും മെമ്പറാണ്, റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, ഒറ്റ ഒരു ഓർഗനൈസേഷൻ അതിൽ ഞങ്ങൾ പല കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പ്രൊഫഷണൽ കാര്യങ്ങൾ പ്രൊഫഷണലി മാനേജ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അതിന്റെ ബേസിൽ ഞങ്ങൾ ഇതുപോലെ ഉള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഞാനിത് ഇപ്പൊ ഗൗതമനൊക്കെ ആണെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഗൗതമൻ ശുചിത്വ മിഷന്റെ ഡയറക്ടർ ആയിരുന്നു കുറച്ചാൾ. അപ്പം അവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ച ഒന്നും നടക്കത്തില്ല. അപ്പൊ ട്രാൻസ്പോർട്ടിന്റെ ഒരു ഇതുണ്ട്, എഡ്യൂക്കേഷന്റെ ഇതുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ട്രെയിനിങ്ങിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നുകൊണ്ട് ഇതെല്ലാം നടത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് കേട്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ UPSC ഇപ്പൊ LBSNL ISR കൊണ്ടുവന്നതിന്റെ ലോജിക്കായിട്ട് പറയുന്നത് ഇതാണ്. ഒരേ സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് അവരുടെ ഒരു ജീവിതത്തിൽ ഒരു ഭയങ്കര നല്ലൊരു സമയം ഇവർ ഒരുമിച്ചാവുമ്പോൾ ഭാവിയിൽ എന്ത് വേണേലും
ഇവരുടെ ഒരു നെറ്റ്വർക്കിനകത്തൂടെ ചെയ്തെടുക്കുന്നത്. അത് KS ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഓൾറെഡി. തീർച്ചയായിട്ടും ആ നെറ്റ്വർക്ക് തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ ആ ഒരു അവസ്ഥയില്ല, എല്ലാം ജനറലി ഇല്ല. ഓരോരോ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നിൽക്കുകയാണ്, ജനറലി ഇല്ല. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ഈ വിത്തിൻ ഈ ഒരു 1.5 years തന്നെ ഫീൽ ചെയ്തത് നമുക്ക് ആ ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ആവശ്യമുള്ള സമയത്ത് നമുക്കത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഈ സ്റ്റേറ്റ് സിവിൽ സർവീസിന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഗായത്രിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കാര്യം സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്തും ഒരു വെർട്ടിക്കലി മാത്രം നിന്ന ആളാണ്. അപ്പൊ കേസിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം വേറൊരു കാര്യം, ഈ കേസിനെ എല്ലാവരും ആദ്യത്തെ കേസ് വരുമ്പോൾ എല്ലാവരുടെ ഏറ്റവും സംശയം ഇതെന്തായിത്തീരും, നമുക്കൊന്നും അറിഞ്ഞൂടാ, ആദ്യമായിട്ട് വരുന്ന സാധനമാണല്ലോ. അപ്പൊ ഇപ്പം വന്നു ആദ്യത്തെ ബാച്ച് ഭയങ്കര സക്സസ്ഫുള്ളി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പം ഇതൊരു IAS ആയിട്ട് ഒരു താരതമ്യം, ഐ ഡോണ്ട് നോ, അതിനൊരു താരതമ്യത്തിന് നിങ്ങൾക്ക് വലിയ റെലവൻസ് ഇല്ലായിരിക്കും. പക്ഷെ പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, KS ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ താരതമ്യം അവരുടെ മനസ്സിലുണ്ട് എന്തായാലും. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് റെസ്പോണ്ട് ചെയ്യോ, ഇത് IAS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു UPSC എക്സാം പോലെ തന്നെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു എക്സാം, അല്ലെങ്കിൽ UPSC എല്ലാവരും ഡ്രീം ആയിട്ടാണ് പറയുന്നത്, അല്ല ആരുടെ ഒരു പ്ലാൻ B അല്ല UPSC, എല്ലാവരുടെ ഒരു പ്ലാൻ A ആണ് UPSC. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒരു പ്ലാൻ A ആയിട്ട് വെക്കാൻ പറ്റുന്നതാണോ KS? ആ ഒരു തീർച്ചയായിട്ടും പ്ലാൻ A ആയിട്ട് വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ കേരളമാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ട്രിവാൻഡ്രം ടു കാസർഗോഡാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ഇതിലിപ്പോൾ 28ഓളം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്നാലും നമുക്ക് നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ കഴിയും. കാരണം ധാരാളം ഓഫീസേഴ്സിന് കേരളത്തിന് ആവശ്യമുണ്ട്, ധാരാളം പദ്ധതികളുടെ നടത്തിപ്പുണ്ട്, അതുപോലെ സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സാഹചര്യം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്ന ലഹരിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ മറ്റേ ഫ്ലഡ് പോലെയുള്ള കലാമിറ്റീസ് വരും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും. അപ്പൊ ഇവിടെ എല്ലാം നമ്മുടെ ഒരു പോളിസിയിലും ഇംപ്ലിമെന്റേഷനിലും എല്ലാം നമ്മൾ എപ്പോഴും അത് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരും വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അത്യാവശ്യമാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ റവന്യൂലൊക്കെ ആണെങ്കിൽ കാലങ്ങളായിട്ട് ഇരിക്കുന്നവർ, അവരുടെ ഒരു എക്സ്പീരിയൻസ് വളരെ വാല്യുബിൾ ആണ്. അതോടൊപ്പം ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഓഫീസേഴ്സ് കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇത് പ്ലാൻ A ആയിട്ട് വെക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ UPSC ആയിട്ടൊരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് KS ഓഫീസറായിട്ട് വരുമ്പോൾ നിങ്ങളൊരു മിഡിൽ ലെവൽ ഓഫീസർ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സിൽ ഒരു IAS എത്താനുള്ളൊരു കൺഫേർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നല്ലതാണ്. പക്ഷെ നമ്മൾ അത് മാത്രം കണ്ട് ഇതിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്നുവെച്ചാൽ IAS ആവാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരുമല്ല, KS തന്നെ ഒത്തിരി സ്കോപ്പ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെ, IAS ആയിട്ട് ചേർത്ത് വായിച്ചില്ലെങ്കിൽ പോലും KS is good in itself എന്നുള്ളൊരു. ഗായത്രി, ഇപ്പം ഈ KS, ഇറ്റ്സ് എ വെരി ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഈ KS ആയിരുന്നെങ്കിൽ ഗായത്രി എന്തായിരിക്കും, വാട്ട് വുഡ് യു ഹാവ് ഡൺ ഡിഫറെന്റ്ലി? കാര്യം മറ്റേ 105 സീറ്റ് ഉണ്ട്, ഇതിൽ 31 സീറ്റ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ ഗായത്രി മുമ്പോട്ട് പോവാ? 31 സീറ്റായാലും ഞാൻ അതിലെ എന്റെ 10ന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും നിൽക്കും. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ജനറൽ കൺട്രോളിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനെ നമ്മൾ മാക്സിമം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ 3 മാസം ആയിക്കോട്ടെ പ്രിലിംസിന്, ആ 3 മാസം നമ്മൾ കുറച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക, ഈവൻ ടെൻഷൻ പോലും മാറ്റിവെക്കുക. 3 മാസം എല്ലാം മറന്ന് ഇതിലേക്ക് നിന്നേക്കുക. കിട്ടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് വേറൊന്ന് നോക്കാമല്ലോ. ഒരു 3 മാസമല്ലേ, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആ സിലബസ് മാത്രം ഓറിയന്റ് ചെയ്ത് അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗായത്രിയുടെ ഒരു പ്രിപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാം. ഒത്തിരി സമയം കൺസ്ട്രെയിന്റ് ഇടയിലാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അതിനു മുമ്പ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പഠിച്ച ഒരു ഇതുണ്ട്, പക്ഷെ അത് ഇച്ചിരി ഔട്ട് ഓഫ് ടച്ച് ഒക്കെ ആയി കാണുമായിരിക്കും, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഗായത്രി ആദ്യ KS ഒരു മുമ്പ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഇപ്പുറത്തെ സൈഡിൽ കുറെ ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഒന്നും മനസ്സിന്, അത് ഐ തിങ്ക് ബൈ നോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, യു ആർ വെരി മച്ചുവർ ഇൻ ഡീലിംഗ് വിത്ത് യുവർ ഇമോഷൻസ് ആണെങ്കിലും നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ഐ തിങ്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത്
ഗായത്രി ഇവിടെ എത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം ഹൗ ഡിഡ് യു ഗോ അബൌട്ട് ആ കേസിന് എങ്ങനെയാണ് ഗായത്രിയുടെ ആ ഒരു ജേർണി എന്തായിരുന്നു പറയാ, എക്സാം കോണ്ടെക്സ്റ്റിൽ മാത്രം? ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ എക്സാം ഞാൻ അപ്പിയർ ചെയ്യും, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ പുറത്തെടുത്ത് ഈ എക്സാം അപ്പിയർ ചെയ്യും എന്നൊരു തീരുമാനം എടുക്കുക. അപ്പൊ ആ തീരുമാനത്തിനനുസരിച്ച് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യുക. ഈവൻ റിലേഷൻഷിപ്പുകളാണെങ്കിൽ പോലും നമ്മൾ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുക. അത് വീട്ടിലാണെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തായാലും. കാരണം അവിടെ ഒരു ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അപ്പൊ നമ്മൾ എല്ലായിടത്തും ആ ഒരു മൈൻഡോട് കൂടി തന്നെ ഇരിക്കുക. പിന്നെയുള്ളത് സിലബസ് ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അത് ഒരു പർട്ടിക്കുലർ ഗൈഡോ അങ്ങനെയൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം സിലബസിലെ ഓരോ പോർഷൻസിനും നമ്മൾ കഴിയുമെങ്കിൽ എൻ്റെ കേസിൽ അന്ന് നമുക്ക് അങ്ങനെ ഒരു റെഡിമെയ്ഡ് നോട്ടൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. സിലബസിലെ ഓരോ പോർഷനും നമ്മൾ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. ഞാൻ കൂടുതലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ്, ഇപ്പോൾ CBSE ടെക്സ്റ്റ് ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെ ഉള്ളതായിരുന്നു ബേസ്. അതെ, NCERT ടെക്സ്റ്റ് ബുക്ക്. അതിനുശേഷം ഓരോന്നിനും ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിൽ ലക്ഷ്മികാന്ത്, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് പോയത്. പിന്നെ കറണ്ട് അഫയേഴ്സ് സെൽഫായിട്ട്, അതായത് പത്രം വായിച്ച് തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്തിരുന്നത്. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഹിന്ദു ആണ് ഞാൻ സ്ഥിരമായിട്ട് വായിച്ചത്. പിന്നെ മാതൃഭൂമി, കേരളത്തിന് വേണ്ടി, മലയാളത്തിന് വേണ്ടി, ഇതിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തു. പിന്നെ കേരള ബേസ്ഡ് കൂടുതൽ കാര്യങ്ങൾ കിട്ടാനായിട്ട് ഒരു INPRDയുടെ പബ്ലിക്കേഷൻ ഹാൻഡ് ബുക്ക് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് ഫാക്ട്സ് കൃത്യമായിട്ടുണ്ട്. പിന്നെ ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കേരളത്തിന്റെ സ്കീമുകളെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. പിന്നെ കേരള കോളിൻ, ജനപഥം തുടങ്ങിയ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻസ് ഉണ്ട്, മാഗസീൻസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാമാണ് കേരള ബേസ്ഡ് കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും പലർക്കും സംശയമുള്ളത്. കാര്യം നിങ്ങൾ ഈ സിസ്റ്റത്തിനകത്തുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ഉടനെ ഈ പേരും കാര്യങ്ങളും അറിയാം, എവിടെ കിട്ടുമെന്ന് അറിയാം. പക്ഷെ പുറത്തുള്ളവർക്ക് ഇത് മാത്രമല്ല, കേരള ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, കേരളത്തിന്റെ ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസ് ആയിരിക്കും കിട്ടാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം നമുക്ക് മറ്റ് മാഗസീനിൽ നിന്ന് റെഗുലറായി കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയായിരുന്നു പ്രിലിംസിന്റെ ഒരു പ്രിപ്പറേഷൻ. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു മോഡൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു, പോലും ഇല്ല. അപ്പൊ UPSCയുടെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ജനറൽ സ്റ്റഡീസിന്റെ ബുക്സും ആണ് റെഫർ ചെയ്തത്. ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പോർഷനിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അത് ഞാൻ ലൈബ്രറിയിൽ പോയിരുന്ന് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വർക്ക്ഔട്ട് ചെയ്യും. അതുപോലെ പിന്നെ റിവൈസ് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. ഓരോ ആഴ്ചയിലും കഴിയുമെങ്കിൽ നമ്മൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. അതായത് സിലബസ് എത്രമാത്രം ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ടെങ്കിൽ അവർ ഏതെല്ലാം സൈഡിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് തരുന്നു എന്നുള്ള മനസ്സിലാക്കുക. അതല്ലാത്ത പോർഷൻസ് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റും. അതിനൊരു പ്ലാൻ ഉണ്ടാക്കുക. ഈ മാസം എത്ര ചെയ്യണം, അടുത്ത മാസം എത്ര ചെയ്യണം, എക്സാം അടുക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി, അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ആദ്യം ഉണ്ടാക്കുക. അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്ലാൻ അനുസരിച്ച് തന്നെ ഗായത്രിക്ക് കൂടുതലും ചെയ്യാനും പറ്റിയല്ല? അതോ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ബ്രേക്ക് വരും, കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ വരും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തളരാതെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആഴ്ചകളോളം പത്രം വായിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ഈ പത്രം എല്ലാം അമ്മ കൂട്ടിവെക്കും. അപ്പൊ എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് പിന്നെ ഒന്ന് പെട്ടെന്ന് അത് വായിച്ചു പോകും. ഇപ്പൊ നമ്മളിപ്പോ KAS Mentorൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഒത്തിരി സക്സസ്ഫുൾ റിസൾട്ട് ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു ലേണിംഗ് നമുക്കുണ്ട്. നമ്മുടെ ഒരു ടീം മോസ്റ്റ്ലി കുറെ ടീമിലെ മെയിൻ ആൾക്കാരെല്ലാം അന്നത്തുള്ള ഒരു റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാനും ആ സമയത്ത് ചെറിയ രീതിയിൽ ആ സമയത്ത് അസോസിയേറ്റഡ് ആയിരുന്നു. പിന്നീട് ഇപ്പൊ വീണ്ടും വരികയാണ്. അപ്പം നമുക്ക് അന്നത്തെ എൻ്റയർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു AI സഹായം, ഇപ്പോൾ ഒരു ടെക്നോളജി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിനെ ഈ ഒരു പരീക്ഷയുടെ മേഖലയിലോട്ട് എങ്ങനെ ഉപയോഗിക്കാം. കാര്യം ഇപ്പൊ UPSC ആണെങ്കിലും ഇതുപോലെ ഏതൊരു സീരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഭയങ്കര ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ഇതിനകത്തുള്ള കുറച്ച് ഗ്യാപ്സ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനെ എന്ത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഒരു AI ഒക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ ഗായത്രിയെ കാണിച്ചത്. അതെ, അപ്പൊ നമ്മളിപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഏറ്റവും റാഷണൽ അപ്രോച്ചായിട്ട് ഞാൻ നോക്കി, ഓക്കെ, ഇത് ചില ആൾക്കാർ വന്ന് ചുമ്മാ ഈ പരീക്ഷ പാസ്സാവും. അതിപ്പോ എനിക്ക് ഒത്തിരി പേരറിയാം, നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവർ നമ്മൾ ഈ ബാക്കിയുള്ളവരിടുന്ന അത്ര എഫേർട്ട് ഇടുന്നില്ല. ചിലപ്പോൾ എഫേർട്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർ ചില സ്ഥലങ്ങളിലായിരിക്കും എഫേർട്ട് ഇടുന്നത്. അവർക്ക് എങ്ങനെയോ ഈ പരീക്ഷ എങ്ങനെയാണ് പാസ്സാവേണ്ടതെന്ന് എങ്ങനെയോ അറിയാം. അവർ കുഞ്ഞിലെ തൊട്ടേ നന്നായിട്ട് പഠിക്കുന്നവരോ അല്ലെങ്കിൽ നന്നായിട്ട് എക്സാം ക്രാക്ക് ചെയ്യുന്നവരോ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പൊതുവെ ഏത് സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റിനെ കോപ്പി ചെയ്യാനാണ്
ഞാൻ നോക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെയുള്ള നമ്മളെക്കാളും സ്മാർട്ടായിട്ട് പരീക്ഷ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ ഒരു മെഷീൻ ആക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെയാണല്ലോ കാര്യം. ആ ഒരു ഇതാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഗായത്രി ഫസ്റ്റ് ഇതിന് പ്രീവിയസ് UPSC നോക്കി. അപ്പൊ നമ്മളിപ്പം പ്രീവിയസ് UPSCയുടെ ചോദ്യങ്ങൾ എടുക്കുന്നു, ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ എടുക്കുന്നു. 20-ന് ശേഷം കേരള PSC മൊത്തത്തിൽ വേറെ ലെവലിലോട്ട് അങ്ങ് മാറി. അപ്പം കഴിഞ്ഞ 4 വർഷത്തെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മുടെ ഈ ഇതിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പം ഒരു സ്റ്റുഡന്റ് വരികയാണ്, ആ സ്റ്റുഡന്റിന്റെ മുമ്പിലോട്ട് ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേ ചോദ്യം വീണ്ടും കൊടുക്കുമല്ലോ, ആ ചോദ്യം ഇവരെല്ലാം ഓൾറെഡി കാണുന്നത്, സീരിയസ് ആസ്പിറന്റ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണും. എന്നിട്ട് അതേപോലെ ഇരിക്കുന്ന അതിന്റെ ഒരു അടുത്ത പോസിബിലിറ്റി ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ കുട്ടികളുടെ മുമ്പിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെ വന്നാൽ എന്തൊരു ഗുണം ഉണ്ടാവും? ഇപ്പം ഗായത്രി ഒരു സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ വിൽ ഇറ്റ് ഹെൽപ്പ് യു? ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഹെൽപ്സ് യു ഇൻ വാട്ട് വേ? അതൊന്ന് പറയുമോ? തീർച്ചയായിട്ടും. കാരണം നേരത്തെ അതിൽ എനിക്കത് കാണിച്ചു തന്നു, AI ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണും എല്ലാം. എന്നെയൊക്കെ സംബന്ധിച്ച് ഇതിനു വേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലേക്ക് എത്താൻ. ഒരുപാട് സമയം. കാരണം നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല KASന്റെ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ സ്വയം ഫോം ചെയ്തെടുക്കേണ്ടി വന്നു. അതിന് കുറെ എഫേർട്ടും വേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ എന്നിട്ടും നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ എടുത്തത് തന്നെയാണോ കറക്റ്റ് പാറ്റേൺ, ഇനി ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കുമോ, പോസിബിലിറ്റി ഇതിന് തന്നെയാണോ, ഇങ്ങനെയുള്ള ഡൗട്ട്സും നമുക്ക് അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പൊ എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആ ഒരു ഗ്യാപ്പിനെ ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ കേരള PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറിയ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഇനി എന്തൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് അടുത്തത് വരാം എന്നുള്ളതും, അതുപോലെ മാത്രമല്ല ആസ്പിറൻസിന് ഞാൻ എവിടെ നിൽക്കുന്നു, എനിക്ക് എവിടെ എത്തണം, അപ്പൊ അത് ആ ഒരു ഇതിന് ഏതൊക്കെ സ്റ്റെപ്പുകളിൽ കൂടെ പോകണം എന്നുള്ളത് നിങ്ങൾ തന്നെ അതിനൊരു ഹെൽപ്പ് കൊടുത്ത് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞങ്ങൾ ഈ വഴി തനിയെ കണ്ടുപിടിച്ച് വന്നു. തനിയെ കണ്ടുപിടിക്കുന്നതിൽ കുറച്ച് എഫേർട്ട് അതിനു വേണ്ടി പോയി. ഇപ്പൊ ആ ഒരു കാര്യം, ആ ഒരു ഭാഗം അവർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ആസ്പിറൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ, ആഗ്രഹം ഒക്കെ അതാണ്. അതിപ്പോ ഗായത്രിയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഈ നമ്മുടെ ഇതിലോട്ട് കൂട്ടി വായിച്ചാൽ എനിക്ക് തോന്നുന്നു ഗായത്രിക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളവരുടെ വഴികൾ ഗായത്രി അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നായിരിക്കും, അതിൽ നല്ല കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യുന്നതിൽ ഗായത്രി അങ്ങനെ ഒരു ഷാറ്റഡ് ഒന്നുമില്ല, അവരത് ചെയ്യുന്നു ഇവരത് ചെയ്യുന്നു, അങ്ങനെ ഒരു കമ്പാരിസണിലൊന്നും അല്ല ഗായത്രി വർക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഗായത്രിയുടെ ഒരു വഴി ഉണ്ടാക്കി ഫുൾ അതിൽ ഫോക്കസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. UPSCക്കാർ അതിലെ പൊക്കോട്ടെ, എനിക്കുള്ള ഒരു സീറ്റ് ഞാൻ എടുത്തോളാം എന്നുള്ളൊരു സാധനം. അപ്പൊ നമ്മൾ ഈ സാധനം വെച്ച് ചെയ്യുന്നത് ഇതിനകത്തൊരു പേഴ്സണലൈസ്ഡ് എലമെന്റ് ആണ്. കാര്യം ആൾക്കാരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും പലതാണ്. ഞാൻ ഒരേ കഴിവുകളും ഒരേ വീക്ക്നെസ്സും ഉള്ള 2 മനുഷ്യന്മാരെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് എല്ലാവരും ഒരേ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, സ്കൂള് കോളേജ് എല്ലാം എല്ലാവർക്കും ഒറ്റ ഇതാണ്. ഓക്കെ, അപ്പൊ എന്താണ് രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കുന്നത് നല്ലത്, ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയുള്ള ആളാണ് നല്ലത്. പക്ഷെ ഇതൊന്നും അല്ല സത്യം എന്ന് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ നമ്മളിവിടെ കൊണ്ടുവരുന്ന ആ ഒരു പേഴ്സണലൈസ്ഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അസസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യം ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഈ ചോദ്യം നമ്മൾ ഈ പിള്ളേർക്ക് കൊടുക്കും, ഇവർ ടെസ്റ്റ് എടുക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ്. ഈ ടെസ്റ്റ് എടുക്കുന്നതിൽ ഇവർ ഏത് ചോദ്യം ശരിയാക്കുന്നു, ഏത് ചോദ്യം തെറ്റുന്നു, അതിൽ നിന്ന് ഇവരുടെ ഏത് സബ്ജക്റ്റ് ആണ് വീക്ക്, ആ സബ്ജക്റ്റിൽ പോലും ഏതായാലും ഇപ്പം പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പാർലമെന്റ് ആണോ വീക്ക്, അല്ലെ പ്രസിഡന്റ് ആണോ വീക്ക്, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണോ വീക്ക്, ഈ ലെവലിൽ നമുക്ക് അനാലിസിസ്. പിന്നെ അതുപോലെ തന്നെ ഫാക്ച്വൽ കാര്യങ്ങൾക്കാണോ ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാനൊക്കെ പൊതുവെ UPSC എനിക്ക് ഫാക്ച്വൽ സാധനം അത്ര ഓർമ്മയിലൊന്നും നിൽക്കത്തില്ല. അപ്പൊ എനിക്ക് ഫാക്ച്വൽ സാധനം ഞാൻ പൊതുവെ വിട്ടുപിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളിവിടെ ഡിസൈൻ ചെയ്തപ്പോൾ ഫാക്ച്വൽ ഉണ്ട്, കോൺസെപ്ച്വൽ ഉണ്ട്. ഫാക്ച്വലും കോൺസെപ്ച്വലും ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ഇതുണ്ട്. അപ്പൊ എന്ത് കാര്യത്തിൽ അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ഒരു പോർട്ടലിലൊക്കെ വന്ന് ഒരു പരീക്ഷ എടുത്ത് ആദ്യത്തെ പരീക്ഷ നമുക്ക് അത്ര ഒരു റിപ്പോർട്ടൊക്കെ കിട്ടും, പക്ഷെ അതിന് അത്ര ക്ലിയർ അല്ല. അപ്പൊ ഓവർ ദ ടൈം ഈ എഞ്ചിൻ പഠിക്കും. ഓക്കെ, ഇവൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു 10-15 പരീക്ഷ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈല് പോലെ ഉണ്ടാവണം. ഓക്കെ, ഈ പേഴ്സൺ ഇന്ന രീതിയിൽ സ്ട്രെങ്തുകളുള്ള ആൾ, ഇങ്ങനെ വീക്ക്നെസ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഈ KS കുട്ടികളെ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്തൊരു 3 മാസമാണ്. 3 മാസം കൊണ്ട് മൊത്തം A to Z സിലബസ് നിങ്ങൾ ടച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ A to Z സിലബസ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ അതിനകത്തൊരു സെൻസ് ഓഫ് പ്രയോറിറ്റി വേണം. ചില ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ പൊളിറ്റിയിലെ ചില ഭാഗങ്ങൾ എല്ലാ കാലത്തും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് 40 മാർക്കിനാണ് കഴിഞ്ഞ KSന് വന്നത്. അപ്പൊ ഏകദേശം അതുപോലൊക്കെ തന്നെ ഈ വർഷം വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രയോറിറ്റിയിൽ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാനാണ് നോക്കുന്നത്.
അപ്പൊ ഇതെല്ലാം എത്രത്തോളം ഒരു കുട്ടിക്ക് കുറെയൊക്കെ വാല്യൂ ആവും നമുക്കറിയാം, അത് ഗായത്രിയും പറയുന്നുണ്ട്. അപ്പം എന്ത് ഒരു സ്പെസിഫിക് ചലഞ്ച് ആയിരിക്കും അഡ്രസ് ചെയ്യുന്നത്, അത് അതിന് ഗായത്രിക്ക് ഒരു സെൻസ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഇത്രയും ന്യൂആൻസ്ഡ് ആയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കൊടുത്താൽ കുട്ടിയെ അവരുടെ ഒരു വിജയത്തിന് അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്നൊന്ന്. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഓരോരുത്തരുടെയും സ്ട്രെങ്തും വീക്ക്നെസ്സും അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ട് എനിക്ക് സയൻസ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. അതേസമയം ഹിസ്റ്ററി, അതുപോലെ ഇക്കണോമിക്സ്, അതിലൊക്കെ എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പൊ എനിക്കറിയാം സമയം സ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷെ അതിൽ ഞാൻ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടൂൾ യൂസ് ചെയ്ത് ഞാനത് കണ്ടല്ലോ. അതിനകത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഏരിയാസിലോട്ട് കടന്നുപോയി അവിടുത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും പോർഷൻസ് ഫെമിലിയറൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ആ ഏരിയയിൽ നല്ലവണ്ണം സ്ട്രഗിൾ ചെയ്തു. എനിക്കറിയാം ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതാണ്, ഹിസ്റ്ററി ഫോക്കസ് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ എവിടെ ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിലും അവരോട് എനിക്കിത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഹിസ്റ്ററിയിൽ വീക്ക് ആയതുകൊണ്ട് ഞാൻ അതിൽ ഏതൊക്കെ ഭാഗമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടില്ല. പക്ഷെ ഈ അതിൽ പറഞ്ഞ ആ ഒരു ടൂള് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊരു കാര്യം, ഞാനിപ്പോ ഈ വെബിനാർ എല്ലാം എടുക്കുമ്പോൾ ഞാൻ ഇവരോട് പറയാം, കാര്യം ഈ കേസിന് 3 മാസം ഉള്ളതുകൊണ്ട്, കാര്യം അവരുടെ ടൈം ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ എഫേർട്ട് എല്ലാം ഡയറക്റ്റഡ് ആണ്. അത് നമുക്ക് ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. അറ്റ് വൺ പോയിന്റ് ഇത് പിള്ളേരെ ആ ഇൻഡിവിജ്വൽ എടുത്ത് ഇത് കൊണ്ട് ഓടണം. അവരുടെ ഇറ്റ്സ് ദെയർ ജേർണി എനിവേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഗായത്രി പറഞ്ഞ എക്സാക്ട് പോയിന്റ് ആണ്. ചില ആൾക്കാർ നമ്മളിപ്പോ ഒരു +2 കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇൻക്ലിനേഷൻസ് നമുക്ക് ഒരു ഇത് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഈ +2 കോഴ്സ് എടുക്കുന്നത് പലപ്പോഴും അങ്ങനെയാണല്ലോ. കുറെ പേര് ഈ ഒരു സയൻസ് സൈഡിലോട്ട് പോകും, കുറെ പേര് ഹ്യൂമാനിറ്റി സൈഡിലോട്ട് പോകും. ഓക്കെ, അപ്പം ഈ KS പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. കുറെ അത് ഹ്യൂമാനിറ്റി സൈഡിലോട്ട് പോകുന്നവർക്ക് ഇച്ചിരി അഡ്വാൻറ്റേജ് ആണ്. ഹിസ്റ്ററി 40 മാർക്ക്, ഇംഗ്ലീഷ് മലയാളോടെ 50 മാർക്ക്, അപ്പൊ 90 മാർക്ക്, അത് അത്യാവശ്യം മാർക്ക് ഇട്ടാൽ തന്നെ പ്രിലിംസ് പാസ് ആയവര്. അപ്പം ഒരു ഹ്യൂമാനിറ്റീസിൽ സ്ട്രെങ്ത് ഉള്ളവരുണ്ട്. സയൻസിൽ ഇപ്പം ഗായത്രി പോലെ സയൻസ് സൈഡിൽ ഇപ്പം ജോഗ്രഫി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഹിസ്റ്ററിയുടെ ഡേറ്റ് ഓർത്തിരിക്കാനും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഇവരോട് പറയുന്ന ആദ്യത്തെ ഒരു 20-22 ദിവസം കഴിയുമ്പോൾ ഇവർ കുറച്ച് പരീക്ഷയൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നീട് ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് തന്നെ ആയിരിക്കും. നിങ്ങളൊരു ഹ്യൂമാനിറ്റി സ്ട്രെങ്ത് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ആ സ്ട്രെങ്തിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് മിനിമം മാർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് സയൻസ് ആൻഡ് ടെക്ക് 25 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അപ്പൊ സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് 2 മാർക്ക് കിട്ടുന്ന അത്ര നല്ലല്ല. അപ്പൊ നമ്മളൊരു 8 മുതൽ 10 വരെ നമ്മൾ എത്തിച്ചു. അവിടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അവർക്ക് 25 മാർക്ക് എത്തിച്ചു കൊടുക്കാൻ അടുത്ത 3 മാസം കൊണ്ട് നമുക്കും പറ്റത്തില്ല, അവർക്കും പറ്റത്തില്ല. ആ ഒരു തിരിച്ചറിവ് എനിക്കൊന്ന് ഗായത്രിയൊക്കെ ആ തിരിച്ചറിവ് എന്തായാലും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും കുട്ടികൾ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് സയൻസ് ആൻഡ് ടെക്ക് ഒന്നും അറിഞ്ഞൂടാ. ഓക്കെ, ഉടനെ പ്ലാൻ സയൻസ് ആൻഡ് ടെക്കിൽ 5 ഒപ്പിക്കുക എന്നുള്ളത്. സയൻസ് ആൻഡ് ടെക്കിന്റെ 25 പോവല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം അതൊക്കെ അതിപ്പോ ഗായത്രിയുടെ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് ചേർത്ത് പറയാം. എങ്ങനെയാണ് ഈ കുട്ടികൾ ഇതിനെ ആക്ച്വലി കാണുന്നത്? ഇപ്പൊ ഈ ടൂള് നമ്മളിപ്പം എക്സാം പാസ്സായവരും എക്സാമിനകത്ത് കുറെ നാൾ നിന്നവരും ഡിസൈൻ ചെയ്തതാണ്. എക്സാം ആദ്യമായിട്ട് പഠിക്കുന്നവർ ഡിസൈൻ ചെയ്തതല്ല. എക്സാം ആദ്യമായിട്ട് പഠിക്കുന്നവർ ഇതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. അപ്പം ദാറ്റ് ഈസ് വെയർ യുവർ റോൾ കംസ്. ഇങ്ങനെയാണ് ചെയ്യേണ്ട പിള്ളേരെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് പറയൂ. ഓക്കെ, അതിൽ ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കിതെല്ലാം പുതിയതാണ്, അല്ലെങ്കിൽ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എനിക്ക് ഹിസ്റ്ററി അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മളെല്ലാവരും 10th വരെ ഇതെല്ലാം പഠിച്ചവരാണ്. ശരിക്കും അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു കടമയാണ് നമുക്കുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ പറഞ്ഞ NCERT ടെക്സ്റ്റുകളായിരിക്കും. അതിൽ കൂടി ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമുക്ക് ആ ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം, അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുത്ത് അതിന്റെ പുറത്ത് ബാക്കി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് ഈ സമയം ധാരാളമാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. അതെ അതെ, നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് തന്നെ പഠിച്ചു പോയാൽ ഈ ഒരു 3 മാസം ഷുഡ് ബി ഗുഡ് ഇനഫ്. കാര്യം ഈ പ്രിലിംസിന്റെ മാർക്ക് നോക്കുവാണെങ്കിലും പ്രിലിംസിന്റെ മാർക്ക് ഈ സബ്ജക്റ്റുകളുടെ വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചില ഇൻക്ലിനേഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് ആണ് 50, 40, 90 മാർക്ക് ഉണ്ട്. 90 മാർക്കിൽ നിങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആണ്, നിങ്ങളൊരു 65, 70 മേടിച്ചാൽ ബാക്കി 5-6 സബ്ജക്ട് നിങ്ങൾ 1-2 നുള്ളിപ്പെറുക്കി മാർക്ക് എടുത്താൽ പോലും പ്രിലിംസ് കയറുകയാണ്. പിന്നെ മെയിൻസിലോട്ട് വരുമ്പോൾ വേറൊരു ഗെയിം ആണല്ലോ. ഈ ഒരു ജനറൽ പേപ്പേഴ്സിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ഏരിയ അവർ സ്ട്രോങ് ആയിരിക്കും. അടുത്തതിൽ കൂടി വർക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും
ഇതിലേക്ക് വരാൻ കഴിയും. മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിലിംസിന് വേണ്ട കാര്യങ്ങൾ ഗായത്രി ഓൾറെഡി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിൻസ് ആണ്, അതാണ് വലിയൊരു ഇപ്പം UPSC ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്തവരുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായിട്ട് ഇപ്പോൾ തന്നെ പ്രിലിംസ് കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഗായത്രി ചെയ്ത കാര്യങ്ങൾ ഇവർക്ക് ഭയങ്കര റെലവൻ്റ് ആയിരിക്കും. ബിക്കോസ് യു ഡിൻ ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ് ബട്ട് യു സ്റ്റിൽ ക്രാക്ഡ് ഇറ്റ്. അപ്പം എങ്ങനെയാണ് ഒരു KS ആസ്പിറന്റ് മെയിൻസിനെ കാണേണ്ടത് ഒന്ന് പറയൂ. മെയിൻസ് തീർച്ചയായിട്ടും സിലബസ് ബേസ്ഡ് തന്നെയാണ്. പ്രിലിംസ് കഴിയുമ്പോൾ നമുക്ക് അതിലെല്ലാം ഒരു ധാരണയായി കഴിയും. പിന്നെയാണ് നമ്മൾ മെയിൻസിലേക്ക് പോകുന്നത്. മെയിൻസിൽ നമുക്ക് ടൈം കൺസ്ട്രെയിനകത്ത് നിന്ന് മാക്സിമം ആൻസർ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിന് എഴുതി തന്നെ ശീലിക്കണം. കാരണം നമുക്ക് ആ സമയത്ത് ആ പോയിന്റ്സ് എല്ലാം നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അതൊരു ശീലം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മെയിൻസിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഡെയിലി എഴുതുമായിരുന്നു. അത് ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം KS മെന്ററിന്റെ ആയാലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആയാലും നമുക്ക് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി എഴുതി പ്രാക്ടീസ് ചെയ്യും. എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടും ആദ്യത്തെ എക്സാം ആണല്ലോ. മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, സ്പേസ് അത് കഴിഞ്ഞ അടുത്തത് ഫിക്സഡ് സ്പേസ് ആണ്. അപ്പോൾ അത് മനഃപൂർവ്വം അങ്ങനെ കിട്ടിയതാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ഒരു ചെറിയ സ്പേസ് ആയിരിക്കും പേപ്പറിൽ ഉണ്ടാകുന്നത്. എന്നാൽ ചെറിയ മാർക്കിന്റെ ക്വസ്റ്റിന് 4 മാർക്കിന്റെ ക്വസ്റ്റിന് ഒരു പേജ് ഫുൾ ഉണ്ടാവും. അപ്പൊ ഇതും നമുക്ക് ആ സമയത്ത് നമ്മളത് പെട്ടെന്ന് മാനേജ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ചെറിയ സ്പേസ് ആണെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സിൽ നമ്മൾ മാക്സിമം പോയിന്റ്സ് അതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പറ്റണമെങ്കിൽ നമുക്ക് ആ പ്രാക്ടീസ് വേണം, റൈറ്റിംഗ് പ്രാക്ടീസ് വേണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഓരോ സബ്ജക്ട് വൈസും ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ഇപ്പോൾ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് എഴുതി ശീലിക്കാം. അതോടൊപ്പം എക്സാം അതേ പാറ്റേണിൽ എഴുതി ശീലിക്കാം. ഇതാണ് ചെയ്യാൻ ഇതിന് പറ്റുന്നത്. മുമ്പ് ഈ ശീലം ഇല്ലാഞ്ഞിട്ട്, ഇതിന് മുമ്പ് ശീലം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാര്യം 10ഉം +2ഉം നമ്മൾ കോളേജ് വരെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നവരാണ്. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ എഴുതുന്നില്ല, അത്രേ ഉള്ളൂ. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ആദ്യമായിട്ട് വന്നു എന്നുള്ളൂ. അപ്പൊ ആ ഒരു സ്വിച്ച് നടത്താൻ ഈ MCQന്ന് ഒരു ആൻസർ റൈറ്റിംഗ്, അതും ഭയങ്കര ലിമിറ്റഡ് സ്പേസിൽ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത്ര സ്ഥലമാണ് അവർ തന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പം തുടക്കത്തിൽ പേടി ഉണ്ടായിരുന്നോ അതോ പേടി ആദ്യം തന്നെ ഓക്കെ ആയിരുന്നു? എന്ത് പേടി മീൻസ് നമ്മൾ ആ ഒരു അത്രയും എക്സാമിന്റെ ഒരു സമയത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ, ഒരു ആൻസർ ഫ്രെയിം ചെയ്യാൻ ഒരു സമയം എടുക്കുന്നതിൽ തെറ്റില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉടനെ ചാടിക്കയറി എഴുതുന്നതിനേക്കാളും ഞാൻ അതിന്റെ ഒരു സൈഡിലേക്ക് 1-2 പോയിന്റ്സ് ഒന്ന് പ്ലാൻ ചെയ്ത ശേഷമാണ് എഴുതുന്നത്. അതൊരു നല്ല തീരുമാനമായിരുന്നു എന്ന് മനസ്സിലായി. കാര്യം UPSCയിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പിള്ളേരെ പഠിപ്പിക്കുക. കാര്യം നമുക്കൊരു ആദ്യത്തെ ഒരു 30 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെ സ്ട്രക്ചർ ചെയ്യാൻ തന്നെ എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം ഗായത്രി അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഗായത്രിയുടെ ഇപ്പൊ ഹ്യൂമാനിറ്റീസിലുള്ള ഒരു ഡിഫിക്കൽറ്റി പറഞ്ഞ സയൻസ് ആണ് ഇച്ചിരി. അപ്പൊ മെയിൻസിലും അങ്ങനെ ഇതുണ്ടായിരുന്നു. അത് പക്ഷെ മെയിൻസിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം മാർക്ക് മേടിച്ചല്ലേ പറ്റും. പ്രിലിംസിനുള്ള അഡ്വാൻറ്റേജ് മെയിൻസിലില്ല. അപ്പം ആക്ച്വലി നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് പ്രിലിംസിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെയും കൂടെ നമ്മൾ മെയിൻസിൽ മാനേജ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്തതെന്ന്? പ്രിലിംസിൽ വരുമ്പോൾ നമ്മൾ ഓരോന്നിലും വളരെ പർട്ടിക്കുലർ ആയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻസിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. നമുക്കുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള അറിവിനെയും നമുക്ക് മെയിൻസിൽ കൊണ്ടുവരാൻ പറ്റും. പ്രിലിംസിൽ അതിനൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് മെയിൻസ് നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി എടുക്കാൻ പറ്റും. ഒരു ഭയങ്കര വാല്യൂ. കാര്യം നമ്മളിതൊരു 3-4 UPSC മെയിൻസ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവാണ് ഇപ്പൊ ഗായത്രി. എങ്ങനെയാണ് ഗായത്രിക്ക് ഇതെല്ലാം ആദ്യത്തെ പ്രാവശ്യം കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ മീൻ യു ഡിഡ് ഓൾ ദ റൈറ്റ് തിങ്സ് എന്നുള്ള കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തോടെ ഞാൻ ഈ വെബിനാറിൽ പിള്ളേരോട് പറഞ്ഞുള്ളൂ, മെയിൻസ് വരുമ്പോൾ ഇച്ചൂടി മാനേജ് ചെയ്യാനുള്ളൂ. എല്ലാവരും പേടി മെയിൻസ് ആണെങ്കിലും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് ആണ് ഇച്ചൂടി ആക്യുറേറ്റ് ആണ്. കാര്യം പ്രിലിംസിൽ അത്രയും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് A ആണോ B ആണോ, B കളഞ്ഞിട്ട് A എടുക്കണമല്ലോ. അപ്പം അത്രയും ക്ലാരിറ്റി ഉണ്ടായാലേ ഒന്നിനെ കളയാൻ പറ്റത്തുള്ളൂ. പക്ഷെ മെയിൻസിന് അങ്ങനെ നിങ്ങൾ ഒന്നിനെ കളയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ളതിനെ എഴുതി വെക്കുമ്പോൾ അവരൊരു മാർക്ക് അങ്ങ് തരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പ്രിലിംസ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ ആൻസർ ഷീറ്റിൽ കൃത്യമായിട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ മെയിൻസിന് വേണ്ടി ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മെയിൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ് പെർഫെക്റ്റ്ലി അലൈൻസ് വിത്ത് ഹൗ ഇപ്പൊ UPSCക്കാർ കയറുന്നവരെല്ലാം ഇത് നമ്മള് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്നുള്ള UPSC കോച്ചിങ് മേഖലയിലൊക്കെ ആണെങ്കിൽ ഇതാണ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഐ തിങ്ക് യു ആർ കറക്റ്റ് ആ രീതി തന്നെയാണ് ചെയ്തത്. അപ്പൊ ഈ മെയിൻസ് കഴിയുമ്പോൾ പിന്നെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇന്റർവ്യൂവിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു?
അതിനിപ്പം KAS മെന്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു ആ പോയിന്റിലും. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന്റെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത് KAS മെന്ററിന്റെ ഒരു 1 ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്റർവ്യൂ. ഞാൻ മുമ്പ് PSC ഇന്റർവ്യൂ പലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ BDOയുടെ ക്ലിയർ ചെയ്തു. പക്ഷേ അവിടുത്തെ ഇന്റർവ്യൂ പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അവിടെ കുറച്ച് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു 1 വേർഡിൽ ആൻസർ പറയേണ്ട രീതിയിലാണ് ആ PSC ഇന്റർവ്യൂസ് കഴിഞ്ഞു പോയത്. പക്ഷെ അതിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു KAS ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നു UPSCയുടെ അതേ പാറ്റേണിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓറിയന്റേഷൻ, എനിക്ക് ഫസ്റ്റ് ഓറിയന്റേഷൻ കിട്ടുന്നത് KAS മെന്ററിന്റെ ആ 1 ഡേ പ്രോഗ്രാമിൽ നിന്നായിരുന്നു. അന്ന് ധാരാളം എക്സ്പേർട്സിനെ കൊണ്ടുവന്നിരുന്നു. മാധവിക്കുട്ടി മാഡം, നിതിൻ സാറ്, പിന്നെ എബ്രഹാം റെൻ സാറ്, അങ്ങനെ ഒരു 3-4 പേരുമായിട്ട് അവരുടെ ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ A to Z കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതായത് നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ഒരു അറ്റയർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തൊട്ട് അവിടെ ബാക്കി നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അതിന് ഏതെല്ലാം രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ സ്വയം ഒരു നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ കൂടെ നമ്മൾ കടന്നു പോകണം. ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് അന്നത്തെ KAS മെന്ററിന്റെ പ്രോഗ്രാമിൽ നിന്നാണ്. പിന്നെ ഒരു മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആദ്യത്തെ മോക്ക് ഇന്റർവ്യൂ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡൗൺ ആയിരുന്നെങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ രാജശേഖരൻ സാറിന്റെ ഒരു പാനലിലായിരുന്നു ഞാനുണ്ടായിരുന്നു, PK രാജശേഖരൻ സാർ എനിക്ക് തന്ന ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സാറിനെ കണ്ടപ്പോൾ അത് പറയുകയും ചെയ്തു. അപ്പോൾ സാർ പറഞ്ഞത് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്ന് സാർ അന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, കംപ്ലീറ്റ്ലി നമുക്കറിയില്ല. മറ്റേ പ്രിലിംസും മെയിൻസും നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമുക്ക് പേഴ്സണലായിട്ട് നമുക്കതിൽ ക്രാക്ക് ചെയ്യാം. പക്ഷെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനല്ല. നമ്മൾ സ്വയം നമ്മളെ മറ്റൊരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. അവിടെ അത് എങ്ങനെ ആ പ്രസന്റബിൾ ഫോമിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ കരുതിയത് ഇന്റർവ്യൂന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ചെറിയൊരു പ്രിപ്പറേഷൻ മതി എന്നായിരുന്നു ആദ്യം എൻ്റെ ധാരണ. പക്ഷെ അന്നത്തെ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അതിനുശേഷം ഒരു നോട്ട്ബുക്കിൽ എഴുതി തുടങ്ങി എന്തൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, മൈസെൽഫ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജോബ് പ്രൊഫൈലിൽ നിന്നുള്ള എന്തൊക്കെയാണ്. എഴുതി വന്നപ്പോൾ ഒരു ബുക്ക് മുഴുവൻ എഴുതേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് പിന്നെ അതിനെ ഞാൻ സ്ട്രക്ചർ ചെയ്തു. ഇതിൽ ഏതൊക്കെ എനിക്ക് പ്രസന്റ് ചെയ്യാം, എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് ആ ഒരു ബുക്കിൽ നിന്ന് പിന്നെ ഞാൻ അത് വീണ്ടും സ്ട്രക്ചർ ചെയ്തു. പിന്നെ അത് ചെയ്ത് ശീലിച്ചു. അതായത് വീട്ടിൽ തന്നെ ഞാൻ ഒരു ഇമാജിനേഷനിൽ ഞാൻ പോയിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, അതിന് ആൻസർ ചെയ്യുന്നു. അങ്ങനെ ഈവൻ സാരിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ഒരു 4-5 ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോക്ക് ഇന്റർവ്യൂ എടുത്തു. അങ്ങനെയാണ് ഇന്റർവ്യൂ. അതെ, ഇപ്പം എനിക്കിത് ഗായത്രിയോട് സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ വളരെ ചുരുങ്ങിയ പരിചയമുള്ളൂ. പക്ഷെ ഒരു അതിശയോക്തി ആവത്തില്ലെങ്കിൽ ഞാൻ പറയാം. കാര്യം ഇതിനകത്ത് ഈ എല്ലാവരും ഈ എക്സാംസിനെ കാണുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. നമ്മുടെ മുമ്പിൽ ചെയ്യേണ്ട ടാസ്കുകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ. സംഭവം കുറച്ച് ആൾക്കാർ അതിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവരും പണിയെടുക്കാത്തവരൊന്നും വളരെ കുറവായിരിക്കും. ഇവരെല്ലാവരും എഫേർട്ട് ഇടും. സം പീപ്പിൾ വിൽ പുട്ട് എഫേർട്ട് ഇൻ ദ റോങ് ഡയറക്ഷൻ, സം പീപ്പിൾ വിൽ കം ആൻഡ് പുട്ട് എഫേർട്ട് ഇൻ ദ വെരി റൈറ്റ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ. അപ്പൊ എനിക്ക് ആ സംഭവം ഫീൽ തരും. കാര്യം എങ്ങനെയൊക്കെയോ ഗായത്രി സംഭവം ഇപ്പൊ അത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ ഭാഗ്യത്തിന്റെ ആയിരിക്കും. ഐ ഡോണ്ട് നോ, ഭാഗ്യം ആയിരിക്കത്തില്ല, ഭാഗ്യമല്ല ഇത് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ, നമ്മുടെ എന്തോ ഒരു എഫേർട്ട് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പ്. അപ്പൊ എൻ്റെ ഒരു ലൈഫ് ജേർണി പറയുകയാണെങ്കിൽ, എക്സാമിന്റെ ജേർണി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ഇറ്റ് വെരി റയർലി ഇറ്റ് കംസ് ടുഗെദർ ലൈക്ക് ദിസ്. അതും ഒറ്റ ചാൻസേ ഉള്ളൂ. കേസിന്റെ ആദ്യത്തെ ഇതാണ്. അല്ലെങ്കിൽ ഒരു 3-4 അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഐ തിങ്ക് അതുകൊണ്ട് തന്നെ ഗായത്രിയുടെ ഒരു വാക്കിന് ഇപ്പം ഈ വർഷം KAS എഴുതുന്നവർക്ക് ഗായത്രിയുടെ ഈ പറയുന്ന ഓരോ കാര്യത്തിനും ഭയങ്കര വാല്യൂ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ വർഷം KAS എഴുതുന്നവരോട് ഈ ഒരു ഗായത്രി കാണിച്ച ആ ഒരു വിസ്റ്റം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ വേണ്ടാത്തത് ആവശ്യമില്ലാത്തതിനെ മാറ്റി വെക്കുക, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തതിനെ മാറ്റി വെക്കുക. 10 വേക്കൻസി ഉണ്ടെങ്കിൽ മതിയെന്നേ, അതിനെ മാറ്റി വെക്കുക. എന്നിട്ട് മറിച്ച് ഒരു ആസ്പിറന്റ്, ഒരു സീരിയസ് ആസ്പിറന്റ്, നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ, കാര്യം ഇവർക്കെല്ലാം ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഈ ഒരു 3 മാസം എന്ന് പറയുന്ന സാധനവും വേക്കൻസി കുറവും എല്ലാം കൂടി ഇവരെ മൊത്തത്തിൽ അങ്ങ് കലുഷിതമാക്കിയേക്കാണ്. അപ്പൊ അവർക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. അതിൽ പറഞ്ഞ ഒരു ലക്കിന്റെ ഫാക്ടർ ഇതിനകത്തുണ്ട്. പക്ഷെ അതെപ്പോഴും നമ്മുടെ എഫേർട്ടിന്റെ ഒപ്പമേ വരുള്ളൂ. നമ്മൾ ലക്കിനെ മാത്രമായിട്ട് ഒരിടത്തും കയറി പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക, അതിനൊപ്പം ലക്ക് വന്നോളും. അതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. 3 മാസം എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ആ 3 മാസമൊക്കെ തന്നെയാണ് നമ്മളും ഇത്രയും വർക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ പലതും വായിക്കുന്നുണ്ടാവാം, തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഈ 3 മാസമൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ആ സമയം വളരെ ഇനഫാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ 3 മാസം ഇതിനു വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക, ശരിയായ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ ടെൻഷനും മാറ്റിവെച്ച് 3 മാസത്തേക്ക് മാക്സിമം എഫേർട്ട് ശരിയായ ഡയറക്ഷനിൽ കൊടുക്കുക. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് യു ഡിഡ് ഓൾ ദ ബേസിക്സ് റൈറ്റ്സ്. പത്രം വായിക്കുന്നുണ്ട്, നോട്ട് ഉണ്ടാക്കുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്. ഞാനത് ഇത് ഇടയ്ക്ക് ഒന്ന് ചോദിക്കണമെന്ന് വെച്ച് ഞാൻ വിട്ടുപോയ കാര്യം. ഞാൻ ഈ കുട്ടികളോടും പറയുന്നത്, നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ബുക്കിന്റെയും പുറകെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വീട്ടിൽ റൂമിൽ പൊടി പിടിപ്പിച്ച് വെക്കാതെ അതെ അപ്പൊ അതുകൂടി ഒന്ന് ഗായത്രി ഒന്ന് പറയാം. കാര്യം ഇപ്പം ഞാനിത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ KS എന്ന് പറയുന്ന ഒരു പരീക്ഷ വരുന്നു. അപ്പൊ എല്ലായിടത്തും കൂണുപോലെ നാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ നിൽക്കുന്നതല്ല. നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ KS തൊട്ടേ നമ്മളിവിടെ ഉണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് വന്ന് കുറെ ഫ്രീ റിസോഴ്സസ് മൊത്തം സർക്കുലേറ്റ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, യൂട്യൂബ് ഗ്രൂപ്പുകൾ, ഇവിടെ എല്ലാം ഫ്രീ സാധനം കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം വളരെ പരിമിതമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇവരെ എത്രത്തോളം, ഇപ്പം ഗായത്രിയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കാണുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ നാട്ടിൽ നിന്നുള്ള എല്ലാം കിട്ടുന്ന എടുത്ത് വെക്കുകയാണോ ചെയ്യേണ്ടത്? എങ്ങനെ ഇൻഫോർമേഷൻ എങ്ങനെയാണ് ഇവർ മാനേജ്? തീർച്ചയായിട്ടും അല്ല, നമ്മളത് ഫിൽട്ടർ ചെയ്ത് തന്നെ എടുക്കണം. കാരണം എന്റെ സമയത്ത് ഇതുപോലെ ഇത്രയും റെഡിമെയ്ഡ് ആയിട്ട് ഡീറ്റെയിൽസ് ഉണ്ടായില്ല. പക്ഷെ എനിക്കും ആദ്യം ഈ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ വരും. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ അതിൽ പിന്നീട് ഞാൻ അത് റെസ്ട്രിക്ട് ചെയ്തു. അതായത് ചില ഇപ്പോൾ ദൃഷ്ടി IAS അല്ലെങ്കിൽ അതുപോലെയുള്ള 2-3 സൈറ്റുകളിലേക്ക് ഞാൻ ഒതുങ്ങി. അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ആവും. അതുപോലെ ഇപ്പൊ ഈ 3 മാസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ കിട്ടുന്ന എല്ലാ മെറ്റീരിയലും കളക്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഏറ്റവും കൃത്യമായ ഇൻഫർമേഷൻ തരുന്നവരെ ഡിപ്പെൻഡ് ചെയ്യുക, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഏറ്റവും വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. പിന്നെ നമ്മുടെ സ്വന്തം എഫേർട്ടും. I think it's all clear. അപ്പം I think we can broadly wind up. അപ്പം ഇപ്പൊ ഗായത്രി അടുത്തൊരു ജേർണി തുടങ്ങാണ്, അല്ലെ കരിയറിലെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്പൊ എന്റെ സൈഡിൽ നിന്നും KS മെന്ററിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഈ ഒരു ഫിനാൻസിലുള്ള ഒരു ലോങ് സ്ട്രീക്ക് ഇപ്പൊ ഒരു ഫീൽഡിലോട്ട് ചെല്ലുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഗായത്രിയുടെ അടുത്ത സ്റ്റെപ്പിന് ഒരു സക്സസ്ഫുൾ ആവാൻ ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ടൈം. നിങ്ങൾക്ക് ഇപ്പൊ മൊത്തം തിരക്കാണ്, എല്ലാ KS ഓഫീസേഴ്സും മൊത്തം തിരക്കിൽ ഓടി നടക്കുകയാണെന്ന് അറിയാം. അതിന്റെ ഇടയിൽ ഇവിടെ വരാനും അതും ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഗായത്രിക്ക് ഇപ്പൊ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് മറ്റേ പുട്ടുപോലെ വന്ന് പാസ്സായി എന്നൊക്കെ പറയായിരുന്നു. ബട്ട് യു ഡിഡ്ന്റ് സേ ദാറ്റ്, യു സെഡ് ഓൾ ദ റെലവെന്റ് തിങ്സ്. അപ്പം ചിലത് അത്ര ഫാൻസി, കേൾക്കുമ്പോൾ അത്ര രസമൊന്നും അല്ല, പക്ഷെ ഇതെല്ലാം ബേസിക് ഒരു ജയിക്കേണ്ട ആള് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ യു സ്റ്റിക്ക് ടു ദാറ്റ് പാത്ത് ഓൾസോ. അപ്പൊ ഒരു ആസ്പിറന്റിനെ മനസ്സ് നിർത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർക്ക് കൊടുത്തതിൽ വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു അതുൽ. താങ്ക് യു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് KS മെന്ററിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.